ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. 2014 147 അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിൽ നടന്നുവെങ്കിൽ 2023 അത് 687 ഉയർന്നുവന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. നമ്മെപ്പോലെ തുല്യവേദന അനുഭവിക്കുന്ന സഹോദരങ്ങളോടൊപ്പവും നാം യാത്ര ചെയ്യേണ്ടതുണ്ട്. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് വരുത്താൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ലീഗും ആവേശം കുറച്ചു. മുഖ്യമന്ത്രി നടത്തുന്ന പ്രചാരണം വോട്ടിൽ മാത്രം നോട്ടമിട്ട് എന്നായിരുന്നു ആരോപണം. എന്നാൽ പൗരത്വ വിഷയത്തിൽ കേരളം സവിശേഷമായ ഒരു സാഹോദര്യത്തെയാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. നെറ്റോ പിതാവ് പറഞ്ഞത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹോദരന്മാർക്കൊപ്പം നിൽക്കാൻ കഴിയണം എന്നാണ്. ആരാണ് സഹോദരന്മാർ എന്ന് വ്യക്തം. BJPയെ ഇരട്ടയക്കം കടത്താനെത്തുന്ന മോദിക്ക് കേരളത്തിൽ ഇടമില്ല എന്നതിൻ്റെ തുറന്ന പ്രഖ്യാപനമാണോ സഭ നൽകുന്നത്? പൗരത്വ വിഷയത്തിൽ സഭയും മുസ്ലിം ന്യൂനപക്ഷവും തോളോട് തോൾ ചേരുന്നത് ആരെയാണ് നിർത്തിപ്പൊള്ളിക്കുക? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. CAA-ക്കെതിരെ സഭയുമുണ്ടോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് KP നൌഷാദ് അലി, BJPയിൽ നിന്ന് ജോർജ് കുര്യൻ, CPIM-ൽ നിന്നും KT കുഞ്ഞിക്കണ്ണൻ, AMT-യുടെ പ്രതിനിധി ഷൈജു ആന്റണി എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ജോർജ് കുര്യൻ, നെറ്റോ പിതാവ്, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ തോമസ് തറയിൽ, രണ്ടുപേരുടെയും പ്രതികരണം കേട്ടല്ലോ. ആർക്കുള്ള മറുപടിയാണ് ഇരുവരും പറയുന്നത്? വേണു, അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. അവരഭിപ്രായം പറയട്ടെ. തീർച്ചയായിട്ടും അവർ ജനങ്ങളോടാണ് പറയുന്നത്. ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു. അവരെന്തുകൊണ്ട് പറയുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഭീകരവാദികളിൽ നിന്ന് ആക്രമണം ഏറ്റുവാങ്ങിയിരുന്നു. പാലാ ബിഷപ്പിനെതിരെ 2021 സെപ്റ്റംബർ മാസത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു പ്രകടനവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തലും ഉണ്ടായത്. അത് പാലായുടെ മണ്ണിലാണ്. അതെല്ലാവർക്കും മനസ്സിലാവും. അന്ന് ഞങ്ങൾ പറഞ്ഞു, 1 വർഷത്തിനുള്ളിൽ ഇതിന് ഞങ്ങൾ പരിഹാരം കാണും എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും ആക്ഷേപിച്ചു. വേണു ഓർക്കുന്നുണ്ടാകും, അന്ന് ചർച്ചകളിൽ അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. BJPക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആ തീവ്രവാദി സംഘടനയ്ക്കൊപ്പമായിരുന്നു. മോഡിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 2022 സെപ്റ്റംബർ മാസത്തിൽ ആ ഭീകരവാദത്തിന് നേതൃത്വം കൊടുത്തവർ നേരം വെളുത്ത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർ ഡൽഹിയിലായിരുന്നു. ആ ഭീകര സംഘടനയെ നിരോധിച്ചു. അത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകും. ആ ഭീകര സംഘടനയെ നിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് മനസ്സിലാവും. അതാണ് ഞങ്ങൾ കൊടുക്കുവാൻ പോകുന്ന സന്ദേശം. തീർച്ചയായിട്ടും ലവ് ജിഹാദിന്റെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവർക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതെന്ന്. പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവം വേണു 24 അത് നോർത്ത് ഈസ്റ്റിലോ നോർത്ത് ഇന്ത്യയിലോ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് 10 ദിവസം തുടർച്ചയായിട്ട് അത് ചർച്ച ചെയ്യുമായിരുന്നു. ഒരു വൈദികനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ച. ഭയത്തിലാണ്. ഭയത്തിൽ
ജനങ്ങൾ ജീവിക്കുകയാണ്, വൈദികരെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകുമായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൂടി ഒരു നിയമമുണ്ടാക്കി. വേണു, ഞാൻ നേരിട്ട് കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടതാണ്. ഡൽഹിയിൽ അവരുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്. ആ സഹോദരന്റെ വേദനയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യാനിയായിട്ടുള്ള, ഹിന്ദുവായിട്ടുള്ള, അതുപോലെ തന്നെ സിഖുകാരനും ബുദ്ധിസ്റ്റും ജൈനും ഒക്കെ ആയിട്ടുള്ളവരുടെ വേദന, അവിടെ മതപീഡനം അനുഭവിച്ചവരുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നു. തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് അത് മനസ്സിലാകുക തന്നെ ചെയ്യും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും CAA എന്ന് പറയുന്നത് ഭാരതത്തിലെ ഒരു സഹോദരനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ഭാരതത്തിലെ ഒരു സഹോദരനും വേദന ഉണ്ടാവില്ല. ഭാരതത്തിലെ പൗരന്മാരായിട്ടുള്ള ഒരു സഹോദരനും വേദന ഉണ്ടാവില്ല. അതുണ്ടാകുന്നു എങ്കിൽ ആ 3 സംസ്ഥാനത്ത് നിന്നുള്ള 3 രാജ്യങ്ങളിൽ നിന്നുള്ള വേറെ ആർക്കെങ്കിലും ആയിരിക്കും. അവരോട്ട് ഇങ്ങോട്ട് വന്നിട്ടുമില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ CAA പറ്റിയുള്ള ചർച്ച? വേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പാലസ്തീനെ പറ്റി ചർച്ച ചെയ്തില്ലേ? എന്തേ മിണ്ടാത്തത്? ഈ ഭീകര സംഘടനകള് അവരുടെ ഒരു ആവശ്യമായിരുന്നു ആ പാലസ്തീൻ സംഘടനയോട് ഇന്ത്യയുടെ സഹായം സ്വീകരിക്കരുതെന്ന്. അവർ ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചു. അപ്പോഴ് ഭീകര സംഘടന പിന്മാറി. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും നാക്കടച്ചു. നമുക്ക് വേദനയുണ്ടാകുന്നില്ലേ? ആ പാലസ്തീനിലെ ആ ദുരന്തം കാണപ്പോൾ ഇപ്പോൾ വേദനയുണ്ടാകുന്നില്ലേ എല്ലാ പത്രത്തിലും? എന്തേ മുഖ്യമന്ത്രി, എന്തേ പ്രതിപക്ഷ നേതാവേ, എന്തേ പാലസ്തീനിലെ പറ്റി പറയുന്നില്ല? ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്, മോഡിയുടെ അല്ല, ഇന്ത്യയുടെ സഹായം സ്വീകരിച്ചത് കൊണ്ട് അവർ മിണ്ടുന്നില്ല. കൊല്ലുവാണെ കൊന്നോളൂ എന്നാണ് പറയുന്നത്. ഇതെങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ഇതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഞങ്ങൾ ആരോടും മറുപടി പറയുന്നില്ല. ശരി, ശ്രീ ജോർജ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ഷൈജു ആന്റണി, ഇവിടെ ഇപ്പോ ഈ പാലാ ബിഷപ്പ്, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട സംഭവം, ഇതൊക്കെയാണ് കെ സുരേന്ദ്രൻ അടക്കം ഈ നെറ്റോ പിതാവിന്റെയും മറ്റുമൊക്കെ പ്രതികരണം വന്നപ്പോൾ മുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾക്കറിയുന്നതാണ് അതെല്ലാം. പിന്നെ ഈ പറയുന്ന കുന്തിരിക്കത്തിന്റെ കഥയും. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, ജോർജ് കുര്യൻ പറയുകയാണ്, PFIയെ നിങ്ങൾക്ക് വേണ്ടി നിരോധിച്ചിരിക്കുകയാണ്. ലവ് ജിഹാദിന്റെ ദുഃഖം അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ ബംഗ്ലാദേശിൽ നടക്കം വന്നവരുടെ വേദനയും അവർ നേർക്ക കാണുകയും അതിൽ അവരുടേതായ രൂപത്തിലുള്ള പരിഹാരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും അകമഴിഞ്ഞ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടരെ നിങ്ങൾ എന്തിനാണ് സംശയത്തോടെ കാണുന്നത്? വേണു, ഈ ജോർജ് കുര്യൻ എല്ലാ സമയത്തും ഒരു പുതിയ മുഖം എടുത്തിടാറുണ്ട്. ഈ 2 ആടുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് അതിൻ്റെ നിന്ന് ചോര കുടിക്കുന്ന ഒരു ചെന്നായുടെ മുഖം പല സമയത്തും എടുത്ത് അണിയാറുണ്ട്. അത് ഇവിടെയുള്ള സകല പ്രശ്നങ്ങളിലും കയറി ഇടപെട്ടുകൊണ്ടും ചെയ്യാറുണ്ട്. ഈ പാലാ ബിഷപ്പിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ പാലാ ബിഷപ്പ് ഒരു പ്രസ്താവന ഇറക്കി, അതൊരു വിഭാഗത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവർ ഒരു ജാഥ നടത്തി. ആ ജാഥയെ ഒരു വർഗീയ സംഘടനമാക്കി മാറ്റാൻ പിറ്റേ ദിവസം BJP തിരിച്ചൊരു ജാഥ നടത്തുന്നു. BJP പാലാ ബിഷപ്പ് ഹൗസിന് സംരക്ഷണം ഏർപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് അതിൻ്റെ അർത്ഥം? വളരെ സംയമനത്തോടെ അന്ന് പാലയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അടക്കമുള്ള ആളുകൾ സംയമനത്തോടെ അതിനെ നേരിട്ടത് കൊണ്ട് അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടായില്ല. നിങ്ങൾ ഈരാറ്റുപേട്ടയിലേക്ക് വരും. ഈരാറ്റുപേട്ടയിൽ എന്താണ് സംഭവിച്ചത്? ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികൻ കുറച്ച് കുട്ടികളുടെ ഒരു അവിവേകത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് ഒരു വൈദികന് പരിക്കേറ്റു. ആ പരിക്കേറ്റ രംഗത്ത് അത് മുതലെടുക്കാൻ വേണ്ടി ഓടിയെത്തിയത് ഈ BJP ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര തന്മയത്വത്തോടു കൂടി ഒരു വലിയ വർഗീയ സംഘർഷം ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിൽ എത്ര തന്മയത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്, കേരളത്തിൻ്റെ മന്ത്രിസഭ ഇടപെട്ടത്. ഈ കേരളത്തിൽ ഒരു സോഷ്യൽ ഫാബ്രിക് ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ജോർജ് കുര്യന് കഴിഞ്ഞില്ലായിരിക്കും. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത്, ചില ഇൻസിഡൻറ്റുകളെ എടുക്കുക, ആ ഇൻസിഡൻറ്റുകളെ വല്ലാതെ പൊലിപ്പിച്ച് കാണിക്കുക,
ആ പൊലിപ്പിച്ച് കാണിക്കുന്നതിലൂടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ? കേരളത്തിൽ എന്തായാലും അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ സവിശേഷമായ ഒരു ചുവടുമാറ്റം സഭാ നേതൃത്വത്തിൽ നിന്നുണ്ടായിരിക്കുകയാണ് ഈ ദുഃഖവെള്ളി ദിനത്തിൽ. അങ്ങേയറ്റം മാതൃകാപരമാണ്, സ്വാഗതാർഹമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചുവടുമാറ്റം ഉണ്ടായിരിക്കുന്നത്? കാരണം ഇവിടെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചത് മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികളെ തിരിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ള ഓരോ ചുവടുവയ്പ്പുകളാണ് നടന്നത്. CAA കാര്യത്തിൽ ക്രിസ്ത്യാനികൾ അനുകൂലമായ നിലപാടെടുക്കുമെന്നവർ ദിവാസ്വപ്നം കണ്ടു. 30-ാം തീയതി സ്നേഹസംഗമത്തിന് ഇപ്പോൾ ഈ പറയുന്ന ഈസ്റ്റർ ദിനത്തിൽ 31-ാം തീയതി ശ്രീ ജോർജ് കുര്യൻ അടക്കം ഇനി കേക്കുമായിട്ട് ചെല്ലാൻ പോവുകയാണ് ക്രിസ്തീയ ഭവനങ്ങളിലേക്ക്, പുരോഹിതന്മാരിലേക്ക് ഒക്കെ. അപ്പോഴാണ് മുഖത്തടി കിട്ടുന്നത് പോലെയുള്ള ഈ പ്രതികരണം വന്നിരിക്കുന്നത്. CAA മുൻനിർത്തി നെറ്റോ പിതാവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്മാർക്കൊപ്പം നിൽക്കണമെന്നാണ്. ഇങ്ങനെ ഗൗരവതരമായ ഒരു നിലപാട് മാറ്റത്തിലേക്ക് സഭയെത്തിയത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചും കോൺഗ്രസ് അടക്കമുള്ള, ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ CPM, മുഖ്യമന്ത്രി ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞ് ഉന്നയിക്കുമ്പോൾ അങ്ങനെയേയില്ല, ഇത് പിൻനിരയിലേക്ക് പോകേണ്ടതാണ്, ഇതൊരു ആശങ്കയും ഉണ്ടാക്കാത്തതാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നിങ്ങളതൊരു മുഖ്യ ആശങ്കയാക്കുകയും ഏത് വിഭാഗത്തോടാണോ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവർക്കൊപ്പം തോളോട് തോള ചേരാനും തീരുമാനിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? വേണു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചത് 2 പ്രമുഖ സഭകളിലെ ബിഷപ്പുമാരാണ്. ഒന്ന് ലത്തീൻ സഭയിലെ ബിഷപ്പാണ്, ഒന്ന് സീറോ മലബാർ സഭയിലെ ബിഷപ്പാണ്. ഈ 2 സഭയിലെ ബിഷപ്പുമാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതാണ്ട് ഒട്ടുമിക്ക ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്ന് തന്നെ പറയണം. KCBCയുടെയും CBCയുടെയും ഒക്കെ പ്രതിനിധികളായിട്ടുള്ളവരാണ്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, അവർ മണിപ്പൂരിലേക്ക് നോക്കിയ സമയത്ത് ആദ്യഘട്ടത്തിൽ അവർ മണിപ്പൂരിൽ ഉണ്ടായത് ഒരു വംശീയ പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. കാരണം അന്ന് മണിപ്പൂരിന് പുറത്തേക്ക് ഇൻ്റർനെറ്റ് ഇല്ല, മണിപ്പൂരിന് പുറത്തേക്ക് കറണ്ടില്ല, മണിപ്പൂരിന് പുറത്തേക്ക് വാർത്താ മാധ്യമങ്ങളില്ല, അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവർ മണിപ്പൂരിലേക്ക്, ഇവിടെയുള്ള മിക്കവാറും എല്ലാ രൂപതകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് മണിപ്പൂരിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. 245ഓളം പള്ളികൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ടുപുറകെ ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയിലുണ്ടായ സംഭവ വികാസങ്ങളെ കൃത്യമായി അവലോകനം ചെയ്തു പഠിച്ചപ്പോൾ എങ്ങനെയാണോ ഇന്ത്യയിൽ ഒരു ഇസ്ലാമോഫോബിയ വളർത്തിയെടുക്കാൻ ഈ സംഘത്തിന് സാധിച്ചത്, അതേ സംഭവത്തിൻ്റെ ആരംഭ സൂചനകൾ ഞങ്ങൾ കാണുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഓർഗനൈസറിൽ ഒരു വാർത്ത വന്നു. എന്താണെന്നറിയാമോ? കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖമായ ഒരു കത്തോലിക്ക സ്ഥാപനം, ഒരു ക്രൈസ്തവ സ്ഥാപനം, ആ സ്ഥാപനം ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ടവരായ ദരിദ്രരായ മനുഷ്യർക്ക് സേവനം ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ അതാണോ അടിയന്തരമായി നിങ്ങളെ ഉത്കണ്ഠപ്പെടുത്തിയത്? കാരിത്താസിന് വിദേശ പണം വരുന്നു, അതാകട്ടെ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നു, അതുകൊണ്ട് ആ ഫണ്ട് കട്ട് ചെയ്യണം എന്ന് പറയുന്ന വാർത്ത വന്നതാണോ ഈ അടിയന്തര ഉത്കണ്ഠയുടെ കാരണം? നോ, അവിടെ കൊണ്ട് തീരുന്നില്ല. ആസാമിലെ സ്കൂളുകളിൽ ചെന്നിട്ട് പറയുന്നു, അവിടെ നിന്ന് ക്രൈസ്തവ അടയാളങ്ങൾ എടുത്തു മാറ്റണം, ക്രൈസ്തവ അടയാളങ്ങൾ എടുത്തു മാറ്റണം. പുരോഹിത വേഷം ധരിച്ചുകൂടാ, സന്യാസിനിമാരുടെ വേഷം ധരിച്ചുകൂടാ, യേശുവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങൾ സ്കൂളുകളിൽ ഉണ്ടായിക്കൂടാ. അതിന് 15 ദിവസത്തെ ഒരു അൾട്ടിമേറ്റം കൊടുക്കുന്നു. ശ്രീ ഷൈജു ആന്റണി, ഈ കുടുംബ സുരക്ഷാ പരിഷത്തിൻ്റെതാണ് താങ്കൾ ഈ പറയുന്ന അസമിലെ ഈ ഭീഷണി. ഈ കുടുംബ സുരക്ഷാ പരിഷത്ത് ആ പറയുന്ന 15 ദിവസം മുൻപ് പൊട്ടി വീണതല്ല. സമാനമായ നടപടികളൊക്കെ ഇതിനു മുമ്പുണ്ടായത് ഓർമ്മയില്ലേ അങ്ങേക്ക്? ഈ അസമിൽ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് കയറിയിട്ട് ബൈബിൾ അടക്കം എടുത്ത് കത്തിച്ച സംഭവങ്ങൾ ഉണ്ടായില്ലേ? അതും ഈ പറയുന്ന കുടുംബ സുരക്ഷാ പരിഷത്തല്ലേ ചെയ്തത്? അതിനുശേഷമാണല്ലോ പിന്നെ ഈ നടപടികളും ഈ പറയുന്ന അന്ത്യശാസനവും ഒക്കെ വരികയും അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അത് ഏറ്റുപറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പൊള്ളിത്തുടങ്ങിയപ്പോഴാണോ നിങ്ങൾക്ക് ഈ സാഹോദര്യം ഓർമ്മ വന്നത്? ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ സാഹോദര്യത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇന്റർനെറ്റ് ഇല്ലായിരുന്നു, വിവരങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് വിശ്വാസയോഗ്യമല്ല. 2023 മെയ് 3 ഒരു ഇന്റർനെറ്റും ഇല്ലാതിരുന്നിട്ടും ഈ പറയുന്ന കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 78 ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ അത് ഇന്റർനെറ്റ് ഇല്ലാതെ പുറത്തേക്ക് വരില്ലല്ലോ.
പ്രധാനമന്ത്രി പ്രതികരിക്കാൻ നിർബന്ധിതനായി. 38 സെക്കൻഡ്. അപ്പോൾ ഒന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങളെന്നാണോ? വേണു, ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. വേണു, ഉള്ള കാര്യം ഞാൻ തുറത്ത് പറയാം. ഒരു വൈകി വന്ന വിവേകം ആ വിവേകത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ശരി, അത് മതി. ഞാൻ അങ്ങേലേക്ക് വരാം. ശരി, അത് മതി. വൈകി വന്ന വിവേകം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി ഒന്ന് പോയിക്കോട്ടെ. അത്രേ ഉള്ളൂ. ശരി, ശ്രീ KP നൗഷാദ് അലി, ഈ മുഖ്യമന്ത്രിയും CPM-ഉം എല്ലാം ഈ ഭരണഘടനാ സംരക്ഷണ റാലി നടത്തുന്നത് എന്തോ അനാവശ്യമായ കാര്യം. എന്താണോ BJP ഉദ്ദേശിക്കുന്നത് അത് വോട്ടാക്കി മാറ്റാനുള്ള പിണറായിയുടെ കുതന്ത്രം, ഇതൊരു വിഷയമേ അല്ല എന്നൊക്കെയാണ് നിങ്ങളിത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു നൈറ്റ് മാർച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ കാര്യം എന്ന രൂപത്തിലുള്ള അവകാശവാദവും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് ഈ പറയുന്ന കേരളത്തിലടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ആശങ്ക? അത് അവരിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്നതല്ല എന്ന BJP-യുടെ യഥാർത്ഥ മുഖം കേരളത്തിന് മുന്നിൽ വരച്ചു കാട്ടാൻ സഭാധ്യക്ഷന്മാർ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്കെന്താണ് ഇതിൽ? വേണു, താങ്കളുടെ ചോദ്യത്തിൽ അനാവശ്യമായിട്ട് ചില താങ്കളുടേതായ നിർമ്മിതികൾ ചേർക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇവിടെ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് BJP സർക്കാരിന്റെ പുതിയ നീക്കത്തെ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എതിരിട്ട ആളുകളാണ് ഞങ്ങൾ. പിന്നെ മലബാറിലെ 4 ജില്ലകളിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ വന്ന് മാർച്ച് നടത്തി അങ്ങനെ ഏതെങ്കിലും ഒരു മുതലെടുപ്പിന്റെ വീക്ഷണകോണിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തെ സമീപിക്കാൻ ഉദ്ദേശമില്ല. കാരണം അത് ഡൽഹിയിൽ മുമ്പ് കാലങ്ങളിൽ നടന്ന സമരമായാലും ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടത്തിയ പോരാട്ടമായാലും ഉടനീളം ആസാമിൽ പോയിട്ടാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തിയത്. ഞങ്ങൾക്കിതൊന്നും ഇങ്ങനെ ആവർത്തിച്ച് തെളിയിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്കിതൊരു വോട്ട് പിടിക്കൽ തന്ത്രമല്ല. നമ്മളിപ്പോൾ ആ വിഷയമല്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ ലത്തീൻ രൂപതയുടെ പിന്നെ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ ഓക്സിലറി ബിഷപ്പൊക്കെ നടത്തിയ പ്രസ്താവനകൾ മുൻനിർത്തിയാണല്ലോ നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിന് മുന്നിൽ BJP-ക്കാർ നീലത്തിൽ മുങ്ങിയ ചായക്കുറുക്കനെ പോലെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഗോഷ്ടി കാണിച്ച് പെരുമാറി പോരുന്നുണ്ട്. ഞങ്ങൾക്ക് അന്നേ അറിയാം ഇത് ഏറ്റവും അടുത്തൊരു മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെ യഥാർത്ഥ ചിത്രം അനാവൃതമാവും. സമുദായാംഗങ്ങളിൽ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ചിത്രം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിവിടെ സംഭവിച്ചു എന്ന് മാത്രമാണ്. ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം തടസ്സപ്പെടുത്തുകയല്ല. പക്ഷേ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ നൗഷാദ് അലി, നിങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? മുഖ്യമന്ത്രിയും CPM-ഉം ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചാരണം നടത്തുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർവാദം എന്തായിരുന്നു? കേരളം വിചാരിച്ചാൽ ഇതിവിടെ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഉത്കണ്ഠയുടെയും ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഈ നെറ്റോ പിതാവും അതുപോലെ തന്നെ ഈ തറയിൽ പിതാവും ഒക്കെ സഹോദരന്മാർക്കൊപ്പം നിൽക്കണം എന്ന് പറയുക. ഈ രാജ്യത്ത് ഒരാളെങ്കിലും ഭയചകിതനാണെങ്കിൽ ഈ രാജ്യം അപകടാവസ്ഥയിലാണ് എന്ന സന്ദേശം നൽകുക. ഇതൊക്കെ ആര് കൂടെ മുങ്ങി അതിൻ്റെ ചായവും കൂടെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണോ ശ്രീ നൗഷാദ് അലി? വേണു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് പൗരത്വ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിൽ വരാതിരിക്കണമെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് ഇറങ്ങി അവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ കയറണം. അതല്ലാതെ മറ്റു വഴികളില്ല. അങ്ങനെ ഒരു പോംവഴിക്കപ്പുറത്ത് കേരളത്തിൽ ഞങ്ങളിത് നടപ്പിലാക്കില്ല എന്ന സാങ്കത്യമില്ലാത്ത പൊള്ളയായ വാചകം പറഞ്ഞ് അങ്ങനെ ഒരു 5 ഡയലോഗിന്റെ പുറത്ത് 4 മുസ്ലിം വോട്ട് കിട്ടുമെന്ന മണിപ്പൂരിൽ നിന്ന് എത്ര കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട് നൗഷാദ് അലി? മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? സമാനമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയല്ലേ? സ്വമേധയാ വന്നാലല്ലോ. നാം ക്ഷണിച്ചു. അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നത് എന്തുകൊണ്ട്? അത് ഈ നാടിന്റെ സവിശേഷതയാണ്. നമുക്കങ്ങനെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നതും ഈ നാടിന്റെ പ്രത്യേകതയാണ്, അല്ലേ? അതല്ലാതെ മണിപ്പൂര് ഒരു വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഭാഗമായി കിടക്കുന്ന ഏതോ ഒരു സ്ഥലം കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഉത്കണ്ഠ പങ്കുവച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലുള്ളതാണ്? ക്യൂബയിൽ വിശക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് അരിയെത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ. നമ്മൾ അതിലപ്പുറത്ത് പലതും ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ അപ്പാർത്തീഡിനെതിരെ കേരളത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വർണ്ണവിവേചനത്തിനെതിരെ മാർട്ടിൻ ലൂതർ കിങ്ങിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നിരന്തര റാലികൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് പൗരത്വ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാകാതിരിക്കണമെങ്കിൽ ഇപ്പൊ നടപ്പിൽ വന്നിട്ടുണ്ടല്ലോ. ലോക്സഭയും
പിന്നെ രാജ്യസഭയൊക്കെ പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ആ നിയമം അറബിക്കടലിൽ എറിയപ്പെടണമെങ്കിൽ ഇവിടെ BJP അധികാരത്തിൽ നിന്ന് ഇറങ്ങണം, അതിനുള്ള പണി ചെയ്യണം. അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പോംവഴി. അല്ലാതെ ഇതൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് കാൽപ്പനിക ഡയലോഗുകൾ ഉരുവിട്ട ആളുകളുടെ വോട്ട് തട്ടിയെടുത്ത് ജയിക്കുക എന്നതിന്റെ അപ്പുറത്ത് ഒരു ലക്ഷ്യവുമില്ലാത്ത പാർട്ടി അല്ല ഞങ്ങൾ. നെറ്റോ പിതാവിന്റെ ആശങ്കയുടെ അടിസ്ഥാനം എന്താണ്? CPM എന്ന ഇന്ത്യ ശരി, CPM-ന്റെ അത് റൊമാൻറ്റിസൈസ് ചെയ്യലാണ്. നെറ്റോ പിതാവിന്റെ അഭിപ്രായമോ? അല്ല, ഞങ്ങൾ നെറ്റോ പിതാവിൻ്റെതായാലും ഞങ്ങൾ KCBC-യുടേതായാലും മറ്റ് ഇവാഞ്ചലിക്കൽ സഭകളുടേതായാലും എല്ലാവരുടെയും പിന്തുണ, മുഴുവൻ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിലൊരു ശ്രീ നൗഷാദ് അലി, CAA എന്ന് പറയുന്ന വിഷയം ഒരു തരത്തിലും ബാധിക്കാത്തവരാണെന്ന് മാത്രമല്ല അതിന്റെ ആനുകൂല്യം കിട്ടുന്നവരാണ് ക്രിസ്ത്യാനികൾ. അങ്ങേക്ക് തർക്കമില്ലല്ലോ. അവർ പറയുകയാണ് ആശങ്ക. നിങ്ങളുടെ യുക്തി വെച്ചിട്ടാണെങ്കിൽ അവർ ആശങ്കപ്പെടേണ്ടതേ ഇല്ല. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു യുക്തിയില്ല വേണോ. അത് നിങ്ങളുടെ യുക്തിയോ 24-ന്റെ യുക്തിയോ ആണ്. നിങ്ങളിങ്ങനെ നിങ്ങളുടേതായ കാര്യങ്ങൾ എന്തിനാണ് ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത്? ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രശ്നം നേരിടുമ്പോൾ മാത്രമല്ല ആ വിഭാഗത്തിന് പ്രശ്നമാകുന്നത്. അത് CPM-ന്റെ നയമാണ്. ഞങ്ങളുടേതൊരു ഭരണഘടനയുടെ പ്രശ്നമാണ്. ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമല്ല ഇത്, ഹിന്ദു മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ കൂടെ പ്രശ്നമാണിത്. ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രശ്നമാണ്. അങ്ങനെ മുഴുവൻ മനുഷ്യ മനസാക്ഷിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വിഷയത്തിനെതിരെ പൊരുതണം. കോൺഗ്രസിന്റെ ആ പൈതൃകത്തെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. ഈ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ച നടക്കുമ്പോൾ മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം പാടില്ല എന്ന് ഏറ്റവും ശക്തമായി അതിൽ വാദം മുന്നോട്ട് വെച്ച രണ്ട് പ്രമുഖർ തന്നെയാണ് നെഹ്റുവും അംബേദ്കറും എല്ലാം. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഈ വിഭജനത്തിന്റെ കാലത്ത് വലിയ വൈകാരികമായ അന്തരീക്ഷം നിൽക്കുമ്പോൾ പോലും നമ്മെ സംബന്ധിച്ച് മതം ഒരു മാനദണ്ഡമാകാതെ ഇരുന്നു എന്ന് പറയുന്നതിൽ നെഹ്റുവിൻ്റെ റോളുണ്ട്. അതിലൊന്നും തർക്കമൊന്നുമില്ല കേട്ടോ അക്കാര്യത്തിൽ. പക്ഷേ ഖാർഗെ ഞാനൊന്ന് നാളെ പറയാം, അല്ല ഖാർഗെ നാളെ പറയാം എന്ന് പറയുന്നു. ഇന്ന് രാത്രിയായില്ലേ, ഞാൻ നാളെ പറയാമെന്ന് പറയുന്നു. KC വേണുഗോപാൽ ഇരുന്ന് ചിരിക്കുന്നു. അവർ ചോദ്യം ചെയ്യുന്നത് ആരുടെ പൈതൃകമാണെന്ന് അവർ തന്നെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ബാക്കിയുള്ളവർക്കാർക്കും സംശയങ്ങളില്ല ആ പൈതൃകവുമായി ബന്ധപ്പെട്ട്. നൗഷാദ് അലി പറഞ്ഞോളൂ. എനിക്ക് വലിയ സങ്കടമുണ്ട് വേണോ. കാരണം നിങ്ങളൊക്കെ CPM-ന് വേണ്ടി ഇത്തരത്തിലുള്ള വിടുപണി ചെയ്യുന്ന മട്ടിൽ അവരുടെ നെറേറ്റീവിനെ അതേപടി ഛർദ്ദിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി CAA-ക്കെതിരായിട്ടുള്ള നിലപാട് എന്താണ് എന്ന് ഇരു സഭകളും രാജ്യവും കണ്ടതാണ്. അങ്ങ് ഡൽഹിയിലെ ജാമിയ മില്ലിയയിലും JNU-യിലൊക്കെ രോഗാതുരനായ ഉമ്മൻചാണ്ടിയാണ് നട്ടപ്പാതിര 2:30 മണിക്ക് ചെന്ന് അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യപ്പെട്ടത്. രമേശ് ചെന്നിത്തല ഹിന്ദിയിൽ പ്രസംഗിച്ചത്, മുല്ലപ്പള്ളി സമരത്തിന്റെ മുന്നണിയിൽ നിന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. 20 പാർലമെന്റ് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ ഫേസ്ബുക്കിനടിയിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകൂ. അവർ വിവിധങ്ങളായ നിയോജക മണ്ഡലങ്ങളിൽ നയിച്ച മാർച്ചുകൾ, പ്രസ്താവനകൾ, പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഈ രംഗത്തൊക്കെയുണ്ട്. CPM ഇത്തരത്തിൽ അവർ മാത്രമാണ് ചാമ്പ്യന്മാർ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ പൊറാട്ട് നാടകം കളിക്കുന്നതിന് സമാനമായി ഒപ്പിച്ചാടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം ഞങ്ങളെ വിശ്വാസമുണ്ട്, പള്ളിയിൽ കിടന്നുറങ്ങിയ ഒരു മൗലവിയെ കുത്തിക്കൊന്നിട്ട് മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിടും വിധം പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിക്കുന്ന ഈ സംഘി വിജയന്റെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എത്ര വെള്ളപൂശിയാലും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അത് വിശ്വസിക്കുകയില്ല. അവരാണിപ്പോ ചായമൂത്തിൽ മുങ്ങിയ നീലക്കുറുക്കന്മാരായിട്ട് മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് വരുന്നത്. അത്തരത്തിലുള്ള CAA പോലുള്ള അവരുടെ ഈ ചൂണ്ടയിൽ കുരുങ്ങുന്നവരല്ല, അത്രക്ക് അധപ്പതിച്ചവരല്ല, അത്രക്ക് ബോധമണ്ഡലം താഴ്ന്നു പോയവരല്ല, പ്രബുദ്ധത ഇല്ലാത്തവരല്ല കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങളൊക്കെ. അതൊക്കെ CPM തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാക്കും. അതുവരെ അവരിത്തരത്തിലുള്ള ഗോഷ്ഠി കാണിച്ചൊക്കെ നീങ്ങാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇവിടെ ഈ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭജനം വന്നാൽ ആദ്യത്തെ ഗുണഭോക്താവ് CPM-ഉം ആത്യന്തിക ഗുണഭോക്താവ് സംഘ് പരിവാരുമാണ്. അങ്ങനെ ആദ്യ ഗുണഭോക്താവാൻ നിരന്തരം മത്സരിച്ചു കൊണ്ടിരുന്ന CPM-ന്റെ മുഖത്തേറ്റ പ്രഹരം കൂടിയാണ് ബിഷപ്പിന്റെയും ഓക്സിലറി ബിഷപ്പിന്റെയും വാദഗതികളിലൂടെ പുറത്തു വന്നത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അവർ എവിടെയാണ് രക്ഷ, ഏതാണ് ജനാധിപത്യ അഭയ കേന്ദ്രം, സങ്കേതമെന്ന് ആത്യന്തികമായിട്ട് അവർക്കറിയാം. ഒരു ഇടവേളയ്ക്ക് ശേഷം അവരതിലേക്ക് വീണ്ടും അതിനെ
റീട്രേറ്റ് ചെയ്തുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരി. കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തെ എല്ലായിടത്തും സംഘപരിവാറിനെതിരെയാണ് ക്രിസ്ത്യൻ സമുദായം. കേരളത്തിലും അവർ അങ്ങനെ തന്നെയാണ്. ഇടക്കാലത്തെ ചില പുകമറകൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടവർ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ധീരമായ നിലപാടെടുത്ത് മുന്നോട്ട് വരികയാണ്. ഇവിടെ ഒന്നാമത്തെ അടി കിട്ടുന്നത് CPM-നാണ്. സംഘപരിവാരം രണ്ടാമതേ വരുന്നുള്ളൂ എന്ന് വേണോ നിങ്ങൾ മനസ്സിലാക്കുക. KT കുഞ്ഞിക്കണ്ണൻ, ഒന്ന് CPM അല്ലാതെ ആരും ഏറ്റെടുക്കാതിരിക്കുന്നു എന്ന പ്രതീതി ലീഗായാലും കോൺഗ്രസ് ആയാലും ഉണ്ടാക്കിയ ഈ വിഷയത്തിൽ സഭാ നേതൃത്വം പ്രതികരിച്ചതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? രണ്ടാമതായി, അതിനെ തന്നെ ഇപ്പോൾ നൗഷാദ് അലി വിലയിരുത്തിയത് ആദ്യ അടി നിങ്ങൾക്കും ആത്യന്തികമായ അടി BJP-ക്കും കിട്ടും എന്ന രൂപത്തിലാണ് അതിനുമുള്ള പ്രതികരണം. നൗഷാദ് അലിയുടെ വാദങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. അദ്ദേഹം ഇത്രയും തരംതാണ് ഒരു BJP-ക്കാരനേക്കാൾ മോശമായ രീതിയിലാണ് ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണി ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാണ്. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ലല്ലോ. നമുക്ക് 2008 അറിയാമല്ലോ. കാന്തഹാറിൽ 50,000 വീടുകൾ തകർത്ത് 38 പേരെ വധിച്ചു. എത്ര ആരാധനാലയങ്ങൾ തകർത്തത്. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ടുണ്ടോ? ഡൽഹിയിൽ സെൻറ്റ് പീറ്റേഴ്സ് പള്ളി ഉൾപ്പെടെ, സെൻറ്റ് മേരീസ് പള്ളി ഉൾപ്പെടെ അഗ്നിക്കിരയാക്കിയപ്പോൾ ഡൽഹിയിലല്ലേ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും താമസിക്കുന്നത്? അവിടെ നമ്മൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ടുള്ളൂ? ആഗ്രയിൽ പള്ളി തകർത്തപ്പോൾ, ക്രിസ്ത്യൻ പള്ളി തകർത്തപ്പോൾ അവിടെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ മുംബൈയിൽ അവിടെ കത്തീഡ്രലിൽ തീ വെച്ച് സംഘപരിവാർ ക്രിസ്ത്യൻ മിഷണറിമാരെയും വിശ്വാസികളെയൊക്കെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു? ഇന്ത്യയിൽ എവിടെയായാലും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വേട്ടയാടപ്പെടുമ്പോൾ ഒരു പൊളിറ്റിക്കൽ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും സമന്മാരായി സ്വന്തം വിശ്വാസമനുസരിച്ച് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനും ആ മതം ആചരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ പീഡിത ജനവിഭാഗത്തിൻ്റെ മുമ്പിൽ വരുന്നത്, അവർക്ക് വേണ്ടി പ്രതിരോധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് CPM ആണ്. നമ്മൾ ജഹാംഗീർപുരിയിൽ കണ്ടു ബുൾഡോസർ രാജ്, മധ്യപ്രദേശിലെ കോറോഗുവിൽ കണ്ടു. ഇവിടെയൊക്കെ കമൽനാഥ് ഉണ്ടായിരുന്നല്ലോ. മധ്യപ്രദേശിൽ വലിയ കോൺഗ്രസ്സുകാരില്ലേ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ കോറോഗോവിലേക്ക് പോയോ? ജഹാംഗീർപുരിയിലേക്ക് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പോയോ? UP-യിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു? ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് എത്ര ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു? ക്രിസ്ത്യൻ മതപരിവർത്തന ക്രിസ്ത്യാനികളായി ഗോത്രവർഗ്ഗക്കാർ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ പ്രാർത്ഥനാലയങ്ങളും ഒക്കെ തുടർച്ചയായി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രതിരോധം തീർക്കാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പോയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെയെല്ലാം ദേശീയ തലത്തിൽ ഞങ്ങൾ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ജനതയും വേട്ടയാടപ്പെടരുത് എന്ന കൃത്യമായ മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന പ്രതിരോധം സൃഷ്ടിക്കുന്നത് CPM മാത്രമാണ്. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ നൗഷാദ് അലിയെ പോലുള്ള വൃത്തികെട്ട സംഘി മനസ്സുമായിട്ട് വന്നിട്ട് ഇവിടെ സംസാരിച്ചാൽ പിണറായി വിജയനെയും CPM-നെയും ഒക്കെ അങ്ങനെ അങ്ങ് സംഖ്യയാക്കി കളയാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നെഞ്ചത്തടിച്ചുള്ള കരച്ചിലാണ്. കേരളത്തിൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ്സുകാർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അവർ CAA കുറിച്ച് അഭിപ്രായം പറയുന്നില്ലോ. എന്താ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ മിസ്റ്റർ നൗഷാദ് അലി എന്താ പറയുന്നത്? സതീശന്റെ വാദങ്ങൾ ആവർത്തിക്കുകയാണ്. നിയമമായി കഴിഞ്ഞ ഒന്നും നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞങ്ങളുടെ വാദം നൗഷാദ് അലിയും സതീശനും മനസ്സിലാക്കണം. ഇവിടുത്തെ വൃത്തികെട്ട സംഘി മനസ്സുള്ള വർഗീയതയുടെ പൊതുബോധവുമായിട്ട് മനസ്സ് പങ്കുവെക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും മനസ്സിലാക്കണം. ഞങ്ങളുടെ വാദം ഈ നിയമമുണ്ടല്ലോ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക. 200-ലേറെ കേസുകളുണ്ട്. കേരള സർക്കാരും പരാതിക്കാരനായിട്ട് പോയിട്ടുണ്ട്. എന്താ ഞങ്ങൾ പറയുന്നത്? ഇത് ഭരണഘടന ആർട്ടിക്കിൾ 21-നെതിരാ, 25-നെതിരാ, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 14-നെതിരാ. ഭരണഘടനയുടെ മൗലിക ദർശനങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമനിർമ്മാണം എന്തിൻ്റെ പേരിലായാലും പാർലമെന്റിന് എന്ത് അധികാരമുണ്ടെന്ന് പറഞ്ഞാലും കോടതിയുടെ പരിശോധനയ്ക്ക് വരുമ്പോൾ അത് നിലനിൽക്കില്ലെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം നടപ്പാക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. അതൊരു സമരമുഖമാണ്. കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലാവില്ല. അതൊരു സമരമുഖമാണ്. ഗാന്ധി ഉപ്പ് കുറുക്കിയിട്ടില്ലേ? കോഴിക്കോട്ടെ കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുറഹ്മാനും കൃഷ്ണപിള്ളയൊക്കെ ഉപ്പ് കുറുക്കിയിട്ടില്ലേ? അപ്പോൾ ഇവിടുത്തെ പല മാന്യന്മാരും പറഞ്ഞിരുന്നു ഉപ്പ് കുറുക്കിയാൽ ബ്രിട്ടൻ എന്ത് ചെയ്യാനായി ഇവർ ഉപ്പ് കുറുക്കിയിട്ട് എന്ന് ചോദിച്ചിരുന്നു. വലിയ സാമ്പ്രായത്വത്തെ, ഈ സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്പ്രായത്വത്തെ നിങ്ങൾ കാലണയുടെ ഉപ്പ് കുറക്കിയിട്ടാണോ നേരിടുന്നതെന്ന് ചോദിച്ചിരുന്നു. അത്തരം സാമ്പ്രായത്വവാദികൾ, വ്യവസ്ഥാവാദികൾ ഹിന്ദുത്വ ബോധത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ നിയമങ്ങളെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല, എതിർക്കാൻ പറ്റില്ല, അത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ RSSന്റെ അജണ്ടയിൽ കളിക്കുന്നവരാണ്. ഇവിടെ CAA കുറിച്ച് ഇവിടെ വേണു തന്നെ പറഞ്ഞല്ലോ. എന്താ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്? മാധ്യമപ്രവർത്തകർ ആവർത്തി ചോദിച്ചപ്പോഴും മല്ലികാർജ്ജുന ഖാർഗെ എന്താ പറഞ്ഞത്?
ഞാൻ ആലോചിക്കട്ടെ, ഇന്ന് രാത്രി ആലോചിക്കട്ടെ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി കൂടിയായിട്ടുള്ള ദേശീയ സെക്രട്ടറി നിന്ന് ചിരിക്കുകയാണ്. ആ ചിരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ അരക്ഷരാവുന്ന ന്യൂനപക്ഷങ്ങളെ നോക്കിയിട്ടുള്ള അപഹാസ്യമായ ഒരു ഇളിഭ്യ ചിരിയാണത്. ആ ഇളിഭ്യ ചിരി കേരളം മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ഈ രാജ്യത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് പൊതുവായി ഉണ്ടാവുന്ന നഷ്ടം. ഇവിടെ നെഹ്റുവിൻ്റെയൊക്കെ പാരമ്പര്യം കോൺഗ്രസ്സിൽ ആർക്കാ ഉള്ളത്? വേണു ഇവിടെ പറഞ്ഞല്ലോ, നൗഷാദ് അലിയോട് പറഞ്ഞല്ലോ, കോൺഗ്രസിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ നെഹ്റുവും അംബേദ്കർക്കും ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ വേണുവിനും എനിക്കും നൗഷാദ് അലിക്കും അറിയാം, കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഏതായാലും മുസ്ലിങ്ങൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രമായി പോയില്ലേ, അതുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അവർക്ക് ഇരട്ടംഗത്വം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ മാത്രമല്ല, ഹിന്ദു മഹാസഭയിൽ അംഗത്വം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരാ പറഞ്ഞത് നമ്മളൊരു ഹിന്ദു രാജ്യമായാലെന്താ, ഹിന്ദുക്കളുടെ രാഷ്ട്രമായാലെന്താ എന്ന ചോദ്യം ഉന്നയിച്ചത്. ആ ആളുകളുണ്ടല്ലോ, ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വമെടുത്ത ഒരു ട്രഡീഷൻ ഉണ്ട് കോൺഗ്രസ്സിന്. ആ ട്രഡീഷനെ പ്രതികരിക്കുന്നവരാണ് പല കോൺഗ്രസ് നേതാക്കളും എന്ന് വന്നിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാർ നിസ്സഹായമായി CPM-നെ ഉപരോധിക്കാൻ വേണ്ടി BJP കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളെയും, എല്ലാ ന്യൂനപക്ഷ വിരുദ്ധവും മതനിരപേക്ഷ വിരുദ്ധവുമായിട്ടുള്ള എല്ലാ നിയമങ്ങളെയും അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു പരിഹാസമാവുന്നത്? അതെങ്ങനെയാണ് ഒരു കബളിപ്പിക്കലാവുന്നത്? അതൊരു സമരമുഖത്താണ്. കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഇന്ത്യയിലെ സമുന്നതരായ പ്രഗത്ഭരായ നിയമജ്ഞരാണ് ഈ കേസ് നടത്തുന്നത്. 200ഓളം പെറ്റീഷനുകളുണ്ട്. കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താ? കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഈ നിയമം. അത് പറയാനുള്ള തൻ്റെ ഇടം ഗാർഗയ്ക്കില്ലാത്തത്. ഗാർഗയും എന്താണ്, ഭൂരിപക്ഷ വോട്ട് ബാങ്കിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ നിന്ന് തങ്ങൾക്കും ഒരു വിഹിതം വേണമെന്നാണ് അവർ പറയുന്നത്. ഇലക്ടർ ബോണ്ട് പോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് ബാങ്കിൽ കണ്ടുവെച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇവിടെ ഓരോ കാര്യത്തിലും സമീപനം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനപക്ഷ ആക്രമണങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ജബൽപൂരിൽ കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടില്ലേ? ആരായിരുന്നു ഭരിക്കുന്നത് അവിടെ? അന്ന് മധ്യപ്രദേശ് ഭരിക്കുന്ന ആരായിരുന്നു? ഇന്ത്യയിലൊട്ടാകെ ക്രിസ്ത്യാനികൾക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരായിട്ട് വലിയ വേട്ട നടന്നു. ഇനിയിപ്പോൾ മണിപ്പൂർ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2017 ശേഷമാണ് ഈ ബീരേൻ സിംഗ് BJP ആയത്. 2017 വരെ ഈ ബീരേൻ സിംഗ് ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ സതീശനെ പോലെ, സുധാകരനെ പോലെ, ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് നൗഷാദ് അലിയെ പോലെ തന്നെ ശക്തമായ കോൺഗ്രസ്സുകാരനായിട്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ച ആൾ ആ ബീരേൻ സിംഗ്. ആ ബീരേൻ സിംഗ് 17 ആകുമ്പോൾ എത്ര പെട്ടെന്നാണ് മാറിയത്? അത് ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മ പറഞ്ഞത്. അയാളും പഴയ കോൺഗ്രസ്സുകാരനാണ്. അയാളാണ് ശരിയായ ഒരു നിരീക്ഷണം കോൺഗ്രസിനെ കുറിച്ച് നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയുടെ ഒരു സ്ഥിര നിക്ഷേപമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എടുക്കും, ഞങ്ങൾ പിൻവലിക്കും. ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ ആദ്യം നന്നാക്കാൻ നോക്കൂ. CPM-നെ നന്നാക്കാൻ ഏതായാലും ഇപ്പോൾ കോൺഗ്രസ്സുകാർ മെനക്കേണ്ട. CPM-ന്റെ നിലപാട് എന്താണ് എന്ന കാര്യം കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷ സമൂഹങ്ങളിലെയും പുരോഹിത ശ്രേഷ്ഠന്മാർക്ക്, ആത്മീയ നേതാക്കന്മാർക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ മതനിരപേക്ഷ സംരക്ഷിക്കാൻ, പൗരത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുട്ടുവിറക്കാത്ത നിലപാടെടുക്കാൻ കരുത്തുള്ള പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം നൗഷാദ് അലി പ്രതിനിധീകരിക്കുന്ന മലപ്പുറം ജില്ലയാണ്. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനല്ലേ? ആ മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയ നേതാക്കന്മാർ ഒന്ന് ഒഴിയാതെ എല്ലാവരും പിണറായി വിജയന്റെ ഈ നിലപാടിനെ മനസ്സാ അഭിനന്ദിച്ചുള്ള ആളാണ്. അതുകൊണ്ട് വെറുതെ പിണറായി വിജയനെ അങ്ങ് സംഖ്യയാക്കി രക്ഷപ്പെടാമെന്നൊന്നും ഒരു കോൺഗ്രസ്സുകാരനും വില കുറഞ്ഞ ആഗ്രഹങ്ങൾ സൂക്ഷിക്കേണ്ട. എന്തെങ്കിലും വിലപിടിപ്പുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പറ ഇതുപോലുള്ള ചർച്ചയിൽ. ശരി, ഷൈജു ആന്റണി, എനിക്കൊന്ന് ജോർജ് കുര്യനിലേക്ക് പോകേണ്ടതാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി കിട്ടേണ്ടതുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഇവിടെ ഇപ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞവസാനിപ്പിച്ച കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ധ്വനിയുണ്ട്. നെറ്റോ പിതാവും പറയുന്നുണ്ട്, ഛിദ്രശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിയണം. നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാനുള്ള അവസരം നാം പ്രയോജനപ്പെടുത്തുകയും വേണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. ആർക്കനുകൂലമാകും അങ്ങനെയെങ്കിൽ ഈ പറയുന്ന അഭിപ്രായ പ്രകടനം? വേണു, ഒന്ന് ഈ വേണു പറയുന്ന ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ബിഷപ്പ് നെറ്റോയോ അല്ലെങ്കിൽ ബിഷപ്പ് തറയിലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇത് പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അവർ BJPക്കെതിരാണ്. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ പ്രത്യേകമായി പിന്തുണയ്ക്കാനാണ് അവരത് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല.
അതിനകത്ത് എനിക്ക് അങ്ങനെ കരുതാനായിട്ട് എനിക്കൊരു വിടവുമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ആർജവമുള്ളൊരു നിലപാടെടുക്കുന്നതിൽ UDF വല്ലാതെ പരാജയപ്പെടുകയും കുറേ പിന്നോട്ട് പോവുകയും ചെയ്തു CAA വിഷയത്തിൽ എന്ന് പറയാതിരിക്കാനാവില്ല. അത് ഈ രാഷ്ട്രീയ നഭോമണ്ഡലത്തെ നോക്കിക്കാണുന്ന ഏതൊരാൾക്കും അത് പറയാതിരിക്കാനാവില്ല. കാരണം ചില നിലപാടുകൾ എടുക്കേണ്ടത് കൃത്യസമയത്ത് തന്നെയാണ്. ആ നിലപാടുകൾ വിജയിക്കുമോ വിജയിക്കാതിരിക്കുമോ എന്ന് നോക്കി നമുക്ക് നിലപാടെടുക്കാനാവില്ല. പലപ്പോഴും അങ്ങനെയാണ്. ഏത് വിഷയത്തിലാണെങ്കിലും നമ്മളൊരു നിലപാടെടുക്കുന്നു. ആ നിലപാട് ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. പക്ഷേ ആ പോരാട്ടം ഒരിക്കലും നിൽക്കില്ല. ആ പോരാട്ടത്തിനുള്ളൊരു ശക്തി പകരാൻ പാകത്തിന് എന്തുകൊണ്ട് CAA വിഷയത്തിൽ നിലപാടെടുത്തില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മതേതരത്വ മനസ്സുള്ള ഏതൊരുവനും വല്ലാതെ നോവുന്ന ഒരു വിഷയമാണ് CAA. അതിനകത്ത് ഇങ്ങനെ വേറെ കാര്യമൊന്നുമില്ല. ബൈബിളിൽ ഒരു വാചകമുണ്ട്, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. എന്തിനുള്ളതാണെന്നറിയാമോ? നിത്യജീവൻ പ്രാപിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് യേശു ഈ വാചകം പറയുന്നത്. ഞാൻ പരദേശിയായിരുന്നു, എൻ്റെ കൂട്ടത്തിലുള്ളൊരു സഹോദരൻ പരദേശിയാകാൻ പോകുന്നു എന്നൊരു കാഴ്ചപ്പാട്, ഒരു തിരിച്ചറിവ് എപ്പോഴുണ്ടായോ അപ്പോൾ ഈ ബിഷപ്പുമാർ പറയുന്നു, എപ്പോൾ ഈ സമൂഹത്തിനുണ്ടാകുന്നുവോ അപ്പോൾ ഈ സമൂഹം നന്നാകുന്നു. എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല, എൻ്റെ അയൽവക്കത്ത് ഇപ്പൊ ക്രിസ്ത്യാനി അനുഭവിക്കുന്ന ഒരു പീഡനം എങ്ങനെയാണ് ഒരു മതേതര രാജ്യത്ത് ക്രിസ്ത്യാനിയുടെ മാത്രമാകുന്നത്? മുസ്ലിം അനുഭവിക്കുന്ന ഒരു പീഡനം എങ്ങനെയാണ് ഒരു മതേതര രാജ്യത്ത് ആ മുസ്ലിമിന്റെ മാത്രമാകുന്നത്? അതൊരിക്കലും സാധ്യമല്ല. ഹൈന്ദവരിലെ ചില വിഭാഗങ്ങൾ അനുഭവിക്കുന്ന നൊമ്പരം എങ്ങനെയാണ് അത് അവരുടെ മാത്രമാകുന്നത്? അത് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരൊറ്റ കാര്യം ഞാൻ ഉറച്ചു പറയാം, ഇത് വളരെ സുചിന്തിതമായി എടുത്ത ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ബിഷപ്പ് നെറ്റോ ഇത് പറഞ്ഞത്. വേണു ഒരൊറ്റ കാര്യം കൂടി ശ്രദ്ധിക്കണം, ബിഷപ്പ് നെറ്റോ ഒരു സാധാരണ പോലെ ഒരു പ്രസംഗം നടത്തിയതല്ല. അദ്ദേഹം നല്ലൊരു പ്രാസംഗികരാണ്. ഇവിടെ അദ്ദേഹം എഴുതി വായിച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് എഴുതി വായിച്ചതാണ്. എന്തുകൊണ്ടാണ് എഴുതി വായിച്ചത്? എഴുതി വായിച്ചത് വളരെ പ്രശ്നമുള്ള ഒരു വിഷയത്തിൽ ഞാൻ പറയുന്ന ഒരു വാക്കുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതിരിക്കാൻ തക്ക വിധത്തിൽ കൃത്യമായ ആലോചനയോടെ കൃത്യമായ പദ്ധതിയോടെ ആലോചിച്ചുറപ്പിച്ച് എഴുതി വായിച്ചതാണ്. ബിഷപ്പ് നെറ്റോയുടെ മറ്റു പ്രസംഗങ്ങൾ നിങ്ങൾ കാണൂ, എഴുതി വായിച്ചതല്ല. അദ്ദേഹം നേരിട്ട് നിന്ന് പ്രസംഗിക്കാൻ കെൽപ്പുള്ളയാളാണ്, നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു വാഗ്മിയാണ്, മനുഷ്യരെ കയ്യിലെടുക്കാൻ കപ്പാസിറ്റി ഉള്ളയാളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞത്, ഈ ബിഷപ്പുമാരുടെ ഈ പ്രകടനങ്ങളും ഇപ്പോഴുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഒത്തിരിയേറെ വൈകിപ്പോയി എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. ശരിയാണ്, വൈകിയെങ്കിലും ഈ റബ്ബറിന്റെ വിലയും വന്യജീവിയും അല്ല. യഥാർത്ഥത്തിൽ വന്യമായ ആക്രമണം നേരിടാൻ പോകുന്നത് ആരിൽ നിന്നാണ്, ആരാണ് ഇരയാകുന്നത് എന്ന ബോധ്യത്തിലേക്ക് സഭാപിതാക്കന്മാരൊക്കെ വൈകിയായാലും എത്തുന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം ആ വിവേകം ഏറ്റവും കൂടുതൽ മൂല്യം ഉള്ള ഒരു കാലത്താണ് ഇപ്പോൾ നാം ഈ നിൽക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ നിങ്ങൾ അത്യുത്സാഹത്തോടെ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ഷൈജു ആന്റണി പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമല്ലോ. കൂടാതെ ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും നൗഷാദ് അലിയും പറഞ്ഞ കാര്യങ്ങൾക്കുമുള്ള അങ്ങയുടെ പ്രതികരണം. അല്ല വേണു, ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു ജനവിഭാഗത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം ആക്രമിക്കപ്പെട്ടാൽ ആക്രമിക്കുന്നയാൾ ന്യൂനപക്ഷ വിരുദ്ധനാണ്. ന്യൂനപക്ഷ ദേവാലയമാണ് എങ്കിൽ, ഏതെങ്കിലും വൈദികനെ ആക്രമിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കണം. നിങ്ങൾ ഈ വിശ്വാസി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നയാൾ ഈ കേരളത്തിലെ സെന്റ് മേരീസ് ബസിലിക്ക എറണാകുളത്ത് തല്ലി തകർത്തയാളാണ്. പേപ്പൽ പ്രതിനിധിയെ തടഞ്ഞയാളാണ്. ന്യൂനപക്ഷ കമ്മീഷന്റെ നിയമം അനുസരിച്ച് ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണ്. അവർക്ക് പ്രതിഷേധിക്കാം, കുർബാനയെ പങ്കെടുക്കുന്നില്ല എന്ന് പറയാം, പ്രതിഷേധിക്കാം. കൈകാര്യം ചെയ്തവരാണ്. ഞാൻ അങ്ങേക്കൊപ്പം നിന്നതിനെ സാധൂകരിക്കുകയല്ല കേട്ടോ, എനിക്ക് അറിയാത്ത കാര്യമാണ്. പറഞ്ഞ വിഷയമാണ് സാറേ, പറഞ്ഞ വിഷയമാണ് പ്രധാനം. വേണു എന്നെ പറ്റി പറഞ്ഞപ്പോഴ് വേണു ചായ കുടിക്കുമായിരുന്നോ?
വേണു ഒരു സീനിയർ അല്ലല്ല ശ്രീ ജോർജ് കുര്യനെ പറ്റി വ്യക്തിപരമായി അദ്ദേഹം ഒരാളെ പറഞ്ഞത് എന്റെ ആക്ഷേപിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങ് ചായ കുടിക്കായിരുന്നു. വിട്ടോ, അത് മതി, അത് വിട്ടോ. നിർത്ത് അത് നിങ്ങളെ കേൾക്കുകയല്ല. എന്തൊരു കഷ്ടാ വേണോ. അതായത് രണ്ട് ആടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ പോകുന്ന കുറുക്കൻ, ഈ പറഞ്ഞ മനുഷ്യൻ അവിടെ ക്രിസ്ത്യാനികളെ തമ്മിലടിച്ചിട്ട് കുറുക്കന്റെ കൂടെ പോകാനിരുന്ന ആളാണ്. അപ്പോഴാണ് BJP കുറുക്കനെ പൂട്ടിയത്. ഇനി വേണു കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഈ വലിയ വിശ്വാസിയെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കൂ. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ, ഞാൻ സാധാരണ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, ഇങ്ങോട്ട് പറഞ്ഞാലേ പറയുള്ളൂ, ഈ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ആളാണ് വേണു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പേപ്പൽ പ്രതിനിധിയെ തടഞ്ഞെന്ന്? എന്ത് ന്യൂസായിരിക്കും? വേണു അതുപോലെ ഘോരഘോരം പറയില്ലേ? സാറേ, നമുക്ക് അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമാകണോ വിമർശനം? ഇനി ഞാൻ വേണുവിനോട് ഈ അദ്ദേഹത്തോട് നിങ്ങളെന്ന് ചോദിച്ച പോലെ ഞാൻ ചോദിക്കുള്ളൂ. ആ ഭാഗം കഴിഞ്ഞു. ഇനിയുള്ള ഒരു കാര്യം, ഇനി നിങ്ങളെ എന്നെ ആക്ഷേപിച്ചപ്പോ ഒരക്ഷരം മിണ്ടിയില്ല, കേട്ടോണ്ടിരിക്കുക ചെയ്തത്. അലമ്പാക്കാനാണ് പരിപാടി. കൃത്യമായ ഒരു രാഷ്ട്രീയ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. പറഞ്ഞു കഴിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഏതായാലും എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണെന്നാണ് പറഞ്ഞത്. കാര്യത്തില് ഞാൻ പറഞ്ഞത് നൗഷാദ് അലി വേണു അയാളോട് മിണ്ടാതിരിക്കാൻ പറ. ശ്രീ ഷൈജു ആന്റണി, ശ്രീ ജോർജ് കുര്യൻ പറയട്ടെ. 2003 മൻമോഹൻ സിംഗ് നൗഷാദ് അലി പറയണം, പാർലമെന്റിൽ പ്രസംഗിച്ച അവസരത്തില് ഇതേ രീതിയിൽ നിയമം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതിന്റെ വീഡിയോ കഴിഞ്ഞ ചർച്ചയില് ഞാൻ വേണുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രകാശ് കാരാട്ട് 2012 പാർലമെന്റിൽ സംസാരിക്കുന്ന അവസരത്തില് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പറഞ്ഞു, 2003 ചർച്ചയിൽ അങ്ങ് ആവശ്യപ്പെട്ടതാണ്, അതുകൊണ്ട് ഇങ്ങനെ പൗരത്വ നിയമം വേണം. അതായത് ഈ 3 രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലെ അദ്ദേഹം പാർലമെന്റിലെ രാജ്യസഭാ മെമ്പറായിരുന്നു സാർ. ഇത്തരം അബദ്ധങ്ങൾ പറയാൻ രാജ്യസഭാ മെമ്പറായിരുന്നു സാർ. നിങ്ങള് ബംഗാളിൽ തോറ്റ് സുന്നം പാടിയപ്പോഴ് എന്താണ് മിസ്റ്റർ പറയുന്നത്? അദ്ദേഹം ഉണ്ടായിരുന്നു, രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ തോറ്റ് സുന്നം പാടിയപ്പോഴ് എന്തെങ്കിലും അംഗമായിട്ടുണ്ടോ? രാജ്യസഭയിൽ അംഗമായിട്ടുണ്ടോ? എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ? എന്നാ പാർലമെന്റില് അദ്ദേഹം കത്തെഴുതി മൻമോഹൻ സിംഗിന് കത്തെഴുതി ഞാൻ പിൻവലിച്ചു. മൻമോഹൻ സിംഗിന് കത്തെഴുതി കച്ചിത്രണ്ട് ചാടിക്കോ, കത്തെഴുതി. വോട്ട് ചെയ്യാനിരുന്നവര് നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും, പേടിക്കണ്ട. നിങ്ങൾ ആരുടെ വോട്ടാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് പ്രകാശ് കാരാട്ട് കത്തെഴുതി മൻമോഹൻ സിംഗിന്, എനിക്ക് തെറ്റുപറ്റിയതാണ്, പ്രേക്ഷകർ ക്ഷമിക്കണം, പറഞ്ഞു വന്ന കൊടുത്ത് പറ്റിയതാണ്. അദ്ദേഹം കത്തെഴുതി മൻമോഹൻ സിംഗിന്. അതുപോലെ തന്നെ അതിന്റെ പകർപ്പ് കാണിക്കാൻ സാറേ, ബഹളം വെക്കാതെ. അതുപോലെ തന്നെ എനിക്ക് അല്ല, ആ കത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നോ? ഇയാളോട് മിണ്ടായിരിക്കാൻ പറയണോ? അതുപോലെ എനിക്ക് നൗഷാദ് അലിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നൗഷാദ് അലി ഈ നമ്മുടെ ഹാഗിയ സോഫിയ തങ്ങളുണ്ടല്ലോ, ഈ 2020 അന്ന് ക്രിസ്ത്യാനിയും മുസ്ലിമുമായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. എന്തിനാണ് ആ 12,000 കിലോമീറ്റർ അകലെ കിടന്ന ഹാഗിയ സോഫിയയെ പറ്റി എഴുതിയത്? നൗഷാദ് അലിയുടെ പോക്കറ്റിൽ കോൺഗ്രസ്സുകാരനായാലും തങ്ങളുടെ ഫോട്ടോ ഇല്ലേ? എന്ത് മതേതരത്വം കുഞ്ഞിക്കണ്ണ! 2010 ജൂലൈ മാസം 24-ാം തീയതി നിങ്ങളുടെ വിപ്ലവ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി, ഡൽഹിയില് കേരള ഹൗസില് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. PFIക്കാര് കേരളത്തെ 20 വർഷത്തിനുള്ളില്, ഇപ്പൊ എത്രയാ, 10 വർഷമായുള്ളൂ, 20 വർഷത്തിനുള്ളിൽ ഇസ്ലാമിക് രാജ്യമാക്കുമെന്ന് ഇല്ലേ? നമ്മൾ കേട്ടതല്ലേ? അതുപോലെ വേണോ, ഞാനിപ്പോ നിങ്ങളോടാണ് പറയുന്നത്, ഈ 2020 ഈസ്റ്ററിന് വയനാട്ടില് വേണുവിന് ഇഷ്ടമില്ലാത്ത മൃഗത്തിന്റെ
മാംസം കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വാഹനം കത്തിച്ചില്ലേ? അവരെ ആക്രമിച്ചില്ലേ? അതാരാ? ഏത് മതേതരത്വമാണ്? ഏത് മതേതരത്വമാണ്? പാലാ ബിഷപ്പിനെതിരെ പ്രകടനം നടത്തിയപ്പോൾ VD സതീശനും അതുപോലെ തന്നെ ഈ നമ്മുടെ പിണറായി വിജയനും പാലാ ബിഷപ്പിനെതിരെയല്ലേ പ്രസംഗിച്ചത് ഘോരഘോരമായിട്ട്? എന്തായിരുന്നു കാര്യം? ആ PFIക്കാരുടെ വോട്ട് വേണം, ഭീകരവാദികളുടെ വോട്ട് വേണം എന്നല്ലേ? അതുപോലെ തന്നെ മണിപ്പൂരിൽ പറഞ്ഞു കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ്, അദ്ദേഹം അറിയാടായിരുന്നു, കഴിഞ്ഞ പോപ്പിന്റെ തിരഞ്ഞെടുപ്പില് ഈ ഏഷ്യയിൽ നിന്ന് പരിഗണിക്കപ്പെട്ട ഒരാളാണ് പോപ്പായിട്ട്. അത് മാത്രമല്ല, ഫ്രാൻസിസ് പോപ്പ് വന്നതിന് ശേഷം 8 കർദിനാളന്മാരുടെ ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അതിലൊരാളാണ് കത്തോലിക്ക സഭയുടെ ഒഫീഷ്യലായിട്ടുള്ള ആ അഭിപ്രായങ്ങൾ പറയുന്നയാളാണ്. അദ്ദേഹമാണ് പറഞ്ഞത് മണിപ്പൂരിലിത് മതപരമായിട്ടുള്ള കാര്യമല്ല, അത് വംശീയമാണ്, അതായത് ഗോത്രപരമാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻഫാലിലെ അപ്പോഴത്തെ ബിഷപ്പ്, ഇപ്പൊ അദ്ദേഹം റിട്ടയർ ചെയ്തു, ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമാനും പറഞ്ഞു, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അതിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ ചർച്ചയിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ചർച്ച ചെയ്ത അവസരത്തിൽ ഈ പ്രസ്താവനകളൊന്നും BJPയെ ലക്ഷ്യം വെച്ചല്ല. ആർക്കോ സഹായിക്കാൻ വേണ്ടി, കേരളത്തിലെ രാഷ്ട്രീയത്തില് ആരെയോ സഹായിക്കാൻ വേണ്ടി, ആരെയോ എതിർക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ്താവനയാണ്. അത് ഈ ചർച്ചയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. BJPയെ ലക്ഷ്യം വെച്ചല്ല. BJPയെ അത് ബാധിക്കാനേ പോകുന്നില്ല. കാരണം BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ വേദന അനുഭവിച്ചവരാണ്, ഭയപ്പെട്ടവരാണ്. കുന്തിരിക്കത്തിന്റെ മുദ്രാവാക്യം കേട്ടുകൊണ്ട് ഭയപ്പെട്ടവരാണ്. ആ പൂഞ്ഞാറിൽ പോയിട്ട് വേണമെന്ന് ഇറങ്ങിയിട്ട് ചോദിക്കൂ അവിടുത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചോദിക്കണം. ശരി. അതുപോലെ തന്നെ വയനാട്ടിലെ ചില ഭാഗങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കണം, അപ്പൊ അവര് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ കുഞ്ഞിക്കണ്ണ നൗഷാദ് അലി ആ പാലസ്തീനെ പറ്റി ഒരക്ഷരമെങ്കിലും ഈ ഇലക്ഷന് പറയണം പ്ലീസ്. കാരണം അവിടെ എന്തൊരു യുദ്ധമാണ് നടക്കുന്നത്, ആൾക്കാർ മരിക്കുകയല്ലേ. എന്താ നിർത്തിയത്? ശരി, എന്തുകൊണ്ട് നിർത്തി? നിങ്ങൾ പറയണമെന്നേ. ഇതുപോലെയുള്ള വീരമായിട്ടുള്ള ഘോരമായിട്ട് പ്രസംഗിക്കണം, അതൊരു വിഷയാക്കണം. ശരി ശരി ശ്രീ നൗഷാദ് അലി, അങ്ങേക്ക് മറുപടി പറയാം. വേണു, ഞാൻ ഈ ചർച്ചയിൽ BJPക്കെതിരായ ഒരു നിലപാട് അതിശക്തമായി ഉന്നയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ വന്നത്. വേണു ചോദിച്ച ചോദ്യങ്ങൾക്ക് ആനുപാതികമായി CPM-മായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ കുഞ്ഞിക്കണ്ണന്റെ ഉടനീളം സംഭാഷണം ഒരക്ഷരം പോലും BJPക്കെതിരല്ല, സമ്പൂർണ്ണ കോൺഗ്രസ് വിരുദ്ധത ആണ് അദ്ദേഹം പഠിപ്പിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഈ CA വിരുദ്ധ സമരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, മുമ്പ് ഈ ഹരികൃഷ്ണൻസ് സിനിമയിൽ അതിന്റെ ക്ലൈമാക്സിൽ ചില സ്ഥലത്ത് ജൂഹി ചൗളയെ മമ്മൂട്ടി കല്യാണം കഴിക്കും, വേറെ ചില ഈ ഇടങ്ങളിലൊക്കെ മോഹൻലാൽ കല്യാണം കഴിക്കും. അതുപോലെ CA വിരുദ്ധ സമരം ഈ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരൊക്കെ മതിയോ? അങ്ങ് കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ ഈ CA വിരുദ്ധ സമരം നടത്താൻ എന്താണ് CPM-ന് എല്ലുറപ്പില്ലാതെ പോകുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് CA വിരുദ്ധ സമരത്തിൽ ഇവിടുത്തെ ഇരുവിഭാഗം സമസ്തകൾ, 3 മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, ഏറ്റവും വലിയ മുസ്ലിം പ്ലാറ്റ്ഫോമുള്ള രാഷ്ട്രീയ പാർട്ടിയെ മുസ്ലിം ലീഗ്, ഇവരാരും ഇത്തരത്തിലുള്ള ഇടപെടലുകളിലേക്ക് വന്നിട്ടില്ല. അവരൊക്കെ നിരന്തരം അതിനെ എതിർക്കുകയും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്നവരാണ്. CPM-നാണ് ഇത്തരത്തിലുള്ളൊരു വർഗീയ ധ്രുവീകരണം നടത്തിയതെന്ന് മുതലെടുക്കാൻ തോന്നുന്നത്. അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ ഭൂരിപക്ഷ ധ്രുവീകരണമാണ്. കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും അമീറും പിന്നെ അസ്സനും അതുപോലെ തന്നെ കുഞ്ഞുഞ്ഞും ഒക്കെ ഭരിക്കുമെന്ന് വ്യത്യസ്ത തവണകളിൽ മാറി മാറി പറഞ്ഞ് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കും. ലോക്സഭ വരുമ്പോ അവർക്ക് ന്യൂനപക്ഷ സ്നേഹം വരും. ഇത്തരത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അങ്ങേറ്റത്തെ വർഗീയത പ്രയോഗിക്കുന്ന അധപ്പതിച്ചൊരു പാർട്ടിയായിട്ട് CPM മാറി. CPM-ന് മുസ്ലിം വിഷയങ്ങളിലോ അല്ലെങ്കിൽ ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തോടോ എന്തെങ്കിലും ഒരു കൂറുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് രഞ്ജിത്തിന്റെ കൊലപാതക കേസിനോടൊപ്പം നടന്നാണല്ലോ ഷാനിന്റെ കൊലപാതകം. അതിലൊന്ന് കുറ്റപത്രം നൽകിയിട്ട് ആ കുറ്റവാളികളെയൊക്കെ ഒന്ന് ശിക്ഷയ്ക്ക് വിധേയമാക്കാനൊന്ന് ശ്രമിക്ക്. എന്തിന് റിയാസ് മൗലവിയെ വെട്ടിക്കൊന്ന ആളുകളുടെ കേസ് അന്വേഷിച്ച് ഇല്ലായ്മ ചെയ്ത് ശൂന്യമായ ഒരു കുറ്റപത്രം കോടതിയുടെ മുമ്പാകെ കൊണ്ടുചെന്ന് പ്രോസിക്യൂഷനും ഒത്തുകളിച്ച് ഇന്നേ ദിവസം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടോ. CPM-നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മലബാറിലെ ജനാധിപത്യ വിശ്വാസികൾ
ഇന്നത്തോടു കൂടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളാണ് ലവ് ജിഹാദ് എന്ന പദം ആദ്യമായിട്ട് ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത്. നിങ്ങളാണ് മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ച് പാസ്സാകുന്നവരാണ് എന്ന് പരസ്യമായി വിളംബരം ചെയ്തത്. നിങ്ങളാണ് ഗെയിം സമരത്തെ നോക്കി, ഹൈവേ സമരത്തെ നോക്കി, ആവിക്കൽ തോട് വരെയുള്ള സമരങ്ങളെ നോക്കി 7ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതക്കാരാണ് സമരം ചെയ്യുന്നത് എന്ന് ജില്ലാ കമ്മിറ്റി പ്രമേയത്തിലൂടെ നിരീക്ഷിച്ചത്. നിങ്ങളാണ് വേഷം കണ്ട സമരക്കാരെ തിരിച്ചറിയുമെന്ന് പറഞ്ഞത്. നിങ്ങളാണ് ആലപ്പുഴയിലെ കരിമണൽ സമരത്തില് മലപ്പുറംകാരുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഈ മലപ്പുറത്തെയും മലബാറിലെയൊക്കെ ജനാധിപത്യ വിശ്വാസികള്. നിങ്ങൾ തന്നെയാണ് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്. നിങ്ങൾ തന്നെയാണ് രൂപതയെ രൂപത, അതിരൂപതയെ അധികം രൂപത എന്നൊക്കെയുള്ള പുതിയ വിശേഷണ പദങ്ങൾ നൽകിയത്. നിങ്ങളെ ഈ സംസ്ഥാനത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവർ ഈ അപകടം മനസ്സിലാക്കി ചെകുത്താന്റെയും കടലിന്റെയും ഇടക്കാണ് കേരളം എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിതാക്കന്മാർ കഴിഞ്ഞ ദിവസം ആ പ്രസ്താവന ഇറക്കിയത്. അതിനാനുപാതികമായിട്ട് തന്നെയാണ് മറ്റു മതേതര ജനാധിപത്യ അവസാനമായി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അങ്ങയുടെ പ്രതികരണത്തോടെ ചർച്ച അവസാനിപ്പിക്കാം വേഗം. ഈ ഭരണത്തിനെതിരാണ് ശരി ശ്രീ നൗഷാദ് അലി. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കശക്കി എറിയാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ. ശരി. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന പ്രസംഗം തെരുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ വളരെ 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 ധീരമായ ഒരു ആവർത്തനം മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, നൗഷാദ് അലി ജീവിക്കുന്ന പ്രദേശത്തെ മുസ്ലിം ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും അറിയാം. നൗഷാദ് അലി ഈ പറയുന്ന വാദങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിന്നുകൊണ്ട് മുസ്ലിം വോട്ടുകൾ തങ്ങൾക്കാകുമോ എന്ന സംഭീതിയിൽ നിന്നുണ്ടാകുന്ന അബദ്ധ വചനങ്ങൾ മാത്രമാണ്, അബദ്ധ പ്രസംഗം മാത്രമാണ് നൗഷാദ് അലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിനെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്ത് ചുക്ക് ചെയ്തു? ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് 464 വർഷക്കാലം അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ച ഒരു പള്ളി തകർത്ത സ്ഥലത്ത് അവിടെ രാമക്ഷേത്രമുണ്ടാക്കി പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പോയവരല്ലേ? ശരി, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് തടസ്സമുണ്ടായിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി അനുജ്. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ കോടതി അന്വേഷണം നടന്നത് നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായ രീതിയിൽ പ്രതികൾക്ക് RSSുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായില്ല. കേസിന്റെ തെളിവെടുപ്പിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കോടതി. പ്രതികളെ വെറുതെ വിട്ടതിന്റെ വിധിപ്പകർപ്പ് പുറത്ത്. റിയാസ് മൗലവി വധക്കേസിൽ പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചെന്ന് പ്രതിപക്ഷം. RSSുമായുള്ള രഹസ്യ ചർച്ചയിൽ ധാരണയുണ്ടാക്കിയോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഒത്തുകളി ആരോപണവുമായി മുസ്ലിം ലീഗും. പോലീസിന് വീഴ്ചയില്ലെന്ന് CPIM. അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ. നീതി ലഭിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സെയ്ദ. കോൺഗ്രസിന് വിടാതെ ആദായ നികുതി വകുപ്പ്. ആദായ നികുതിയും പിഴയും